നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അപ്പോൾ ദേ ഇന്നൊരു യാത്ര ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേ റെഡിയായി വണ്ടിയിലൊക്കെ കയറി കേട്ടോ. KSRTC ആണ് കിട്ടിയത്. ഒരു തിരക്കും ഇല്ലായിരുന്നു കേട്ടോ, ഇഷ്ടംപോലെ സീറ്റായിരുന്നു. വണ്ടി എടുക്കാൻ കുറച്ച് സമയമുള്ളതുകൊണ്ട് വേഗം പോയിട്ടൊരു മിറണ്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. കാരണം ഒരു മണിക്കൂർ അടുപ്പിച്ച് വണ്ടിയിൽ ഇരിക്കണം. അപ്പോൾ ദേ നമ്മൾ പിറവം സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ വണ്ടി കിട്ടിയത്. അപ്പോൾ നമ്മൾ പോകുന്നത് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ. അവിടെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. എൻ്റെ അപ്പാമ്മേനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ദേ വണ്ടി എടുത്തു. ഒരു മണിക്കൂർ അടുപ്പിച്ച് യാത്രയുണ്ട് കേട്ടോ. കാരണം ബസ്സല്ല നിർത്തി ഒക്കെ പോകുമ്പോഴത്തേക്കും അങ്ങനെ പോയാലും ഒരു മണിക്കൂർ അടുപ്പിച്ച് സമയം എടുക്കും. ദേ വണ്ടിയെ കയറി ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. 28 രൂപയാണ് കോലഞ്ചേരി വരെ, പിറവത്തുനിന്ന് കോലഞ്ചേരി വരെ കേട്ടോ. അപ്പോൾ ദേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു പാടത്തിൻ്റെ 2 സൈഡും പാടമാണ്. അതിൻ്റെ നടുക്കൂടെ റോഡ്, ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ മരങ്ങളെല്ലാം വെട്ടി ദേ പാടത്തേക്ക് തന്നെ ഇട്ടേക്കുക, മൊത്തം വെട്ടിക്കളയുക കേട്ടോ അവർ. അവിടെ എന്തൊക്കെയൊരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട്, പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വെള്ളമൊക്കെ കയറി കിടന്ന് താറാവിനെ കഴിച്ചിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു. ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിൽ തന്നെ കയറിയിരുന്നു കേട്ടോ. അതാകുമ്പോൾ എല്ലാം കാണാമല്ലോ. പിന്നെ ഈ പിറവം കോലഞ്ചേരി റൂട്ട് ആ റോഡൊക്കെ ഭയങ്കര ചെറുതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരു വണ്ടിക്ക് കഷ്ടി പോകാം, അങ്ങനെയുള്ള ഒരു റോഡാണ്. വലിയ വണ്ടികളൊക്കെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഒതുക്കി കൊടുത്തിട്ടാണ് അടുത്ത വണ്ടിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂണ്ടിയിൽ ചെന്നിട്ടാണ് കോലഞ്ചേരി. അതേ അങ്ങനെ പോകും. നമ്മളിതേ കോലഞ്ചേരി എത്തിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ് ഹോസ്പിറ്റലിലേക്ക്. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ഹോസ്പിറ്റലിലേക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നടന്ന് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു. അപ്പം അപ്പാമ്മയും ആൻറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ മതി കേട്ടോ. അപ്പോൾ അതേ മഴ പെയ്ത് മൊത്തം തിന്നി കിടക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഹോസ്പിറ്റലിലെത്തി അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് ലിഫ്റ്റ് കയറി 2nd ഫ്ലോറിൽ ചെന്നപ്പം കറണ്ട് പോയി. പിന്നെ ലിഫ്റ്റ് അങ്ങനെ ദേ ഞാൻ അവരുടെ അടുത്ത് എത്തിയിട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ അപ്പാമ്മ. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. അപ്പം അവിടെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിരിയാണി വെച്ചാൽ ദം ബിരിയാണിയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. ഇനി വീട്ടിലേക്ക് പോകണം. അതിന് മുന്നേ മരുന്ന് മേടിക്കണം കേട്ടോ. അപ്പോൾ ഫാർമസിയിൽ അവിടെ മരുന്ന് മേടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പാമ്മയും ആൻറ്റിയും പോയി. ഞാൻ തിരിച്ച് വീട്ടിലേക്കും പോരുവാ കേട്ടോ. തിരിച്ച് പോന്നപ്പോൾ 33 രൂപയായി. ഒറ്റ ബസ്സാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് 33 രൂപയായിട്ടോ. അപ്പോൾ അതേ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒച്ച കേട്ടപ്പോൾ പട്ടി ബഹളം വെച്ചൊക്കെ വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഡേ ആണ്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യേ.